സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി തളിപ്പറമ്പിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി.കെ. ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ പിന്തുണ സുധാകരൻ വാഗ്ദാനം ചെയ്തെന്ന് ഗോവിന്ദൻ. തളിപ്പറമ്പിൽ ഗോവിന്ദന് വേണ്ടി സുധാകരൻ പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്യും. നിഖിൽ അളവൂർ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, എന്തായാലും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അനുനയത്തിലേക്കൊക്കെ കടന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ടി.കെ. ഗോവിന്ദൻ ഇപ്പോൾ സുധാകരനെ കാണുന്നത്. സുധാകരൻ ടി.കെ. ഗോവിന്ദനായി പ്രചാരണത്തിന് ഇറങ്ങും എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയപരമായി ഏറെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്തായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലെ മറ്റു വിവരങ്ങൾ? സ്വാതി, ഏതായാലും ടി.കെ. ഗോവിന്ദൻ CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു എന്ന് മാത്രമല്ല 60 വർഷമായി കണ്ണൂരിൽ CPIM-ന് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ്. കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ തളിപ്പറമ്പ് മേഖലയിൽ, പ്രത്യേകിച്ചും മലപ്പട്ടം, മയ്യിൽ പോലുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസിനെതിരെ കെ സുധാകരനെ പേരെടുത്തു പറഞ്ഞ് ഏറ്റവും കൂടുതൽ വിമർശിച്ച, ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങളിൽ കെ സുധാകരനെ രാഷ്ട്രീയമായി വാക്കുകൾ കൊണ്ട് ആക്രമിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പേരുകാരനാണ് ടി.കെ. ഗോവിന്ദൻ. ആ ടി.കെ. ഗോവിന്ദനാണ് കെ സുധാകരൻ്റെ കണ്ണൂർ നടാലിലെ വീട്ടിലെത്തുന്നത്, അദ്ദേഹത്തെ കാണുന്നത്. കെ സുധാകരൻ ഷാൾ അണിയിച്ച്, ത്രിവർണ്ണ ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നത്. ഏതായാലും ഈ പല വിസ്മയങ്ങൾ നടക്കുന്ന കൂട്ടത്തിൽ ഇതൊരു വിസ്മയകരമായ കാഴ്ചയാണ് കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും കെ സുധാകരൻ ടി.കെ. ഗോവിന്ദനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ പൂർണ്ണ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം തളിപ്പറമ്പിൽ നേരത്തെ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ അവിടെ നിന്ന് മാറ്റുകയും ടി.കെ. ഗോവിന്ദൻ, CPIM വിട്ട് പുറത്തേക്ക് വന്ന ടി.കെ. ഗോവിന്ദന് തളിപ്പറമ്പിൽ പിന്തുണ നൽകാൻ UDF തീരുമാനിക്കുകയും ചെയ്യുന്നു. അവിടെ ടി.കെ. ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഒരുപക്ഷെ ഒന്നിലേറെ വിമതർ അവിടെ സ്ഥാനാർത്ഥിയായി വരും എന്നൊരാശങ്ക UDF-ന് നിലനിൽക്കുകയും ചെയ്യുന്നതാണ് പശ്ചാത്തലം. അവിടേക്കാണ് ടി.കെ. ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. KPCC അംഗം ആയ കൊയ്യം ജനാർദ്ദനനോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായ വിജിൽ മോഹനോ ഒക്കെ വിമത സ്ഥാനാർത്ഥിയായി എത്താനുള്ള സാഹചര്യം തളിപ്പറമ്പിൽ നിലനിൽക്കുകയാണ്. അപ്പോഴാണ് വെറും ഒരാഴ്ച മുൻപ് മാത്രം CPIM ബന്ധം ഉപേക്ഷിച്ച് UDF-ന്റെ പിന്തുണ തേടുന്ന ടി.കെ. ഗോവിന്ദൻ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നതിൽ മാനസികമായ പ്രശ്നമുണ്ട് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ടി.കെ. ഗോവിന്ദൻ കെ സുധാകരനെ കാണുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമാണ്, വലിയ രീതിയിലുള്ള ഒരു പിന്തുണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കിട്ടാൻ സുധാകരനെ താൻ കാണുന്നു, സുധാകരൻ്റെ അനുഗ്രഹാശിസുകളോടെ മത്സരിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കുക എന്നതായിരുന്നു ടി.കെ. ഗോവിന്ദൻ്റെ ലക്ഷ്യം. ഏതായാലും ടി.കെ. ഗോവിന്ദൻ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി കാണുകയും സംസാരിക്കുകയും ചെയ്തു. ഗോവിന്ദന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഗോവിന്ദൻ പറയുന്നത് രാഷ്ട്രീയമായ എതിർപ്പുണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് കെ സുധാകരനോട് വ്യക്തിപരമായൊരു പ്രശ്നമൊന്നും തനിക്കില്ല എന്ന രീതിയിലാണ് അദ്ദേഹം ഇക്കാര്യത്തെ കാണുന്നത്. ഏതായാലും കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കെ സുധാകരനെ വിമർശിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. എതിർപ്പാളയത്തിലേക്ക് എത്തുന്നു. ഇപ്പോൾ സുധാകരൻ്റെ അനുഗ്രഹാശിസുകളോടെ മത്സരിക്കാൻ ഒരുങ്ങുന്നു. സുധാകരൻ്റെ പിന്തുണയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂടി വോട്ട് തനിക്ക് കിട്ടും എന്നതാണ് ടി.കെ. ഗോവിന്ദൻ്റെ പ്രതീക്ഷ. ഏതായാലും ടി.കെ. ഗോവിന്ദൻ നാളെ നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന് ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നതാണ്. തളിപ്പറമ്പിൽ വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയ ചർച്ചയൊക്കെ UDF-ൽ നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെ ടി.കെ. ഗോവിന്ദൻ നേരിട്ട് പോയി കെ സുധാകരനെ കണ്ട് അദ്ദേഹത്തിൻ്റെ പിന്തുണ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വോട്ടായി മാറുന്ന സാഹചര്യത്തിലേക്ക് തളിപ്പറമ്പ് പോകുമോ? കെ സുധാകരൻ കളത്തിലിറങ്ങുന്നതോടുകൂടി അല്ലെങ്കിൽ കെ സുധാകരൻ്റെ പിന്തുണ ലഭിക്കുന്നതോടുകൂടി ടി.കെ. ഗോവിന്ദനെതിരെ നിൽക്കാനുള്ള, ഈ വിമത സ്ഥാനാർത്ഥികളായി നിൽക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ കൊയ്യം ജനാർദ്ദനൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ ടി.കെ. ഗോവിന്ദൻ നടത്തിയിരിക്കുന്നത്. ശരി നിഖിൽ, എന്തായാലും രാഷ്ട്രീയ നീക്കങ്ങൾ കണ്ണൂരിൽ അത്തരത്തിൽ ഓരോന്നോരോന്നായി സംഭവിക്കുന്നു. ആ വിവരങ്ങളാണ് നിഖിൽ നൽകിയത്.